നെക്സ്റ്റ് അതേപോലെ ഒരു സിമിലർ പ്രോബ്ലം ആണ്. എ റെക്റ്റാങ്കുലർ ബീം 300 mm ഡീപ്പ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 300 mm ഡീപ്പ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 4 മീറ്റർ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. സ്പാൻ എത്രയാണ്? 4 മീറ്റേഴ്സും. ഡിറ്റർമൈൻ UDL പെർ മീറ്റർ. അപ്പോൾ UDL കണ്ടുപിടിക്കണം. വിച്ച് ദി ബീം മേ ക്യാരി ഇഫ് ബെൻഡിങ് ഷുഡ് നോട്ട് എക്സീഡ്, ഇഫ് ബെൻഡിങ് സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ്. അതായത് സിഗ്മ എന്ത് എക്സീഡ് ചെയ്യാൻ പാടില്ല? 120 Nm/mm² എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ സിഗ്മ മാക്സിമം തന്നിട്ടുണ്ട് 120 Nm/mm². അതുകൂടാതെ ഇവിടെ ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I = 8 × 10⁶ mm⁴. അപ്പോൾ എന്താണ്? സിഗ്മ മാക്സിമം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ Z വെച്ച് ചെയ്യാം, I/Y മാക്സിമം വെച്ച് ചെയ്യാം. അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് M/I = σ/y എന്നുള്ള ഇക്വേഷൻ അറിയുന്നതായി ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. M = സിഗ്മ മാക്സിമം × Z വേണ്ട. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് M/I M/I = σ/y E/r വേണ്ട, കാരണം ഇവിടെ EQRന് ഇമ്പോർട്ടൻസ് ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വേണം? മൊമെൻറ്റ് വേണം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? WL²/8. WL²/8. W അറിയത്തില്ല. L എത്രയാണ്? വാട്ട് ഇസ് L? 4 മീറ്റർ. സോ 4² / 8. അത് സിംപ്ലിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് 2W ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതല്ലെങ്കിൽ 2W × 10⁻³ ന്യൂട്ടൺ mm എന്ന് കിട്ടും. അതല്ലെങ്കിൽ 2000W ന്യൂട്ടൺ mm എന്നും എഴുതാം ഇതിനെ. ഓക്കെ, ഇത് കിട്ടും. ഇനി M കിട്ടി. I ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. സിഗ്മ മാക്സിമം തന്നിട്ടുണ്ട്. വാട്ട് ഇസ് Y? Y എന്താണ്? Y എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സസ് മുതൽ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y. ദാറ്റ് ഈസ് D/2 അല്ലേ? Yയുടെ വാല്യൂ എന്താണ്? D/2. സോ D/2 നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. Y എത്രയാണ്? D/2. D എത്രയാണ്? 300. സോ Y എന്ന് പറയുന്നത് എത്രയാണ്? D/2 എത്ര വരും? 300/2 which is equal to 150 mm. 150 mm വരും. സോ ഇക്വേഷൻ നോക്കാം. M/I = σ/y. അപ്പോൾ നമുക്കതിൽ നിന്ന് M എങ്ങനെ എഴുതാം? σ/y × I. എമ്മിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എത്രയാണ് കിട്ടിയേ? 2000W ന്യൂട്ടൺ mm അല്ലെങ്കിൽ 2 × 10⁻³ സോ 2W × 10,000 വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ 120 തന്നിട്ടുണ്ട്. Y ഈസ് 150 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്? 8 × 10⁻⁶ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടുന്ന് W കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത്രയും കാൽക്കുലേറ്ററിൽ അടിക്കുക. /2000. ഈ 2 × 1000 2000 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? മില്ലിമീറ്ററിൽ തന്നെ കിട്ടുന്നത് കേട്ടോ. 3200 Nm/mm. 3200 Nm എന്ന് കിട്ടും. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് എന്താ സെക്ഷൻ മോഡുലസ് വെച്ച് ചെയ്തു. ഇവിടെ ഡയറക്റ്റ്ലി I തന്നിട്ടുള്ളത് കൊണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വെച്ച് ചെയ്തു.